ഹലോ എവരിവൺ. ഇന്ന് നമുക്ക് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യൂബ് ഓഫ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ? അപ്പോൾ നമുക്കറിയാം, ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് ഓഡായിരിക്കും. ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് ഈവൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഏതാണ് വരുന്നത്? ആ കൂടി ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഫൈൻഡ് ദ നമ്പർ ഹൂസ് ക്യൂബ് ഈസ് 7,53,571. ഞാനിവിടെ ഒരു വലിയ 6 ഡിജിറ്റ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ നമ്പറൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ വലിയ നമ്പർ ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് എളുപ്പ വഴികളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. 7,53,571. ആദ്യം തന്നെ നോക്കുക, ഇതൊരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈവൻ നമ്പർ വെച്ചൊന്നും നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഓഡ് നമ്പർ 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 3 വെച്ചിട്ട് ഒരു നമ്പറിന് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത്? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പം ഡിജിറ്റ് സം നമുക്ക് കണ്ടുപിടിക്കാം. 7 + 5 + 3 + 5 + 7 + 1 = 12 + 3 15 + 5 20 + 7 27 + 1 28. 28 എന്ന് പറഞ്ഞത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇത് 3 വെച്ച് ഡിവിസിബിൾ ആവില്ല. ഇനി ഒരു നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആവില്ലെങ്കിൽ അത് ഉറപ്പായും 9 വെച്ചും ഡിവിസിബിൾ ആവില്ല. പിന്നെ നമ്മുടെ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, അത് 1 ആണല്ലേ. അപ്പോൾ അത് 5 വെച്ചിട്ടും ഡിവിസിബിൾ ആവില്ല. കാരണം 5 വെച്ചിട്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആവണമെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആവണം. അപ്പോൾ ഇനി നമുക്ക് വരുന്ന അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1, ഇനി 5ൽ പോവില്ല, അതുകൊണ്ട് നമ്മൾ 0 ഇട്ടു. ഇനി 53ൽ 7 ടൈംസ് 49 പോകും. ഇനി അതിൻ്റെ റിമൈൻഡർ വരുന്നത് 4 ആണ്. അപ്പോൾ 45 എടുക്കുക. ഇനി 45ൽ 7 6 ടൈംസ് പോകും, 42. പിന്നെ അവിടെ നമുക്കൊരു 3 വരും, 37. 37ൽ 5 ടൈംസ് 35 പോയി. പിന്നെ അവിടെ നമുക്കൊരു 21. 21ൽ 3 ടൈംസ്. അപ്പോൾ ഇത് ക്യൂബ് കറക്റ്റ് ചെയ്തൊരു ക്യൂബ് നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും എന്തായിരിക്കും 7ൻ്റെ ഒരു ട്രിപ്ലെറ്റ് വരും. അതുകൊണ്ട് നമുക്ക് വീണ്ടും 7 വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി 10ൽ 7 1 ടൈം, ഇവിടെ ഒരു 3 വരും, 37. 37ൽ 5 ടൈംസ് 26. 26ൽ 3 ടൈംസ്, ഇപ്പോൾ ഇവിടെ ഒരു 5 വരും, 55. ഇനി 55ൽ 7 ടൈംസ് 49. ഇനി അവിടെ 63 വരും. 63ൽ 9 ടൈംസ്. വീണ്ടും നമുക്ക് 7 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 15ൽ 2 ടൈംസ് 13 വരും, 13ൽ 1 ടൈം 67 വരും, 67ൽ 9 ടൈംസ് 63. ഇനിയിപ്പോൾ അവിടെ റിമൈൻഡർ വരും, 4 വരും, 49. 49ൽ 7 ടൈംസ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ 7ൻ്റെ ട്രിപ്ലെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഡിജിറ്റ് സം ഒക്കെ നോക്കാം. 2 പ്ലസ് ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് 3 വെച്ച് തന്നെ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ 2 + 1 + 9 + 7. അപ്പോൾ 3 + 9 12 + 7 19. അപ്പോൾ 19 എന്ന് പറഞ്ഞത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 3 വെച്ചിട്ട് ഡിവിസിബിൾ ആവില്ല. അപ്പോൾ 9 വെച്ചും ഡിവിസിബിൾ ആവില്ല. പിന്നെ നമ്മുടെ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞത് 7 ആണ്. അതുകൊണ്ട് അത് എന്തായിരിക്കില്ല? 5 വെച്ചിട്ടും ചെയ്യാൻ പറ്റില്ല. ഇനി 2197 നമുക്ക് 7 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 2197. അപ്പോൾ 3 ടൈംസ് 9ൽ 1 ടൈം 27. 27ൽ 7 പോവില്ല. അതുകൊണ്ട് ഇത് 7 വെച്ചിട്ടും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അടുത്ത ഓഡ് നമ്പർ 11 ആണ്. പക്ഷേ 11ൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 11ൻ്റെ സ്ക്വയർ ഒക്കെ എൻഡ് ചെയ്യുന്നത് 1 ഡിജിറ്റിലാണ്, 1ലാണ്. യൂണിറ്റ് ഡിജിറ്റ് 1ലാണ്. അതുകൊണ്ട് തന്നെ ഇത് 11ലും പോകില്ല. കാരണം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്, ഇവിടെ വന്നിരിക്കുന്ന യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ പിന്നെ അടുത്ത നമ്പർ 13 ആണ്. അപ്പോൾ നമുക്ക് 13 വെച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 2197 / 13. അപ്പോൾ 21ൽ 1 ടൈം പോകും, 13 എഴുതുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 89 കിട്ടും. ഇനി 13 × 6 ചെയ്ത് കഴിഞ്ഞാൽ 78 കിട്ടും. അപ്പോൾ ഇവിടെ 6 എഴുതി, 78 എഴുതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും, 117. 13 × 9 ചെയ്താൽ നമുക്ക് 117 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് 13 വെച്ചിട്ട് നമ്മുടെ 2197 13 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 169 കിട്ടും. ഇനി 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 13 എഴുതി. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 7,53,571 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 × 1391.
Find the smallest number by which 12,500 must be multiplied so that the product is a perfect cube. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ 12,500. അപ്പോൾ ഇവിടെ ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ട് ചെയ്യാനൊക്കെ തോന്നും. പക്ഷേ ഇവിടെ നോക്കിയേ യൂണിറ്റ് ഡിജിറ്റ് 0 ഒക്കെ അല്ലേ. അതുകൊണ്ട് 5 വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചയം വരുന്ന നമ്പറുകൾ ആക്കുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ 5 വെച്ചിട്ട് ചെയ്യുമ്പോൾ 12ൽ 2 ടൈംസ്, പിന്നെ 25, 25ൽ 5 ടൈംസ്, 0, 0 അങ്ങോട്ട് എഴുതുക. ഇനി വീണ്ടും 5 വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 500. വീണ്ടും 5 വെച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100. വീണ്ടും 5 വെച്ച് ചെയ്യാം, 20. ഇനിയും 5 വെച്ച് ചെയ്യാം, 4. ഇനി 2 വെച്ചിട്ട് ചെയ്തു, 2. ഇനി നമുക്ക് 12,500നെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 5 ഉണ്ട്, ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2. ഇനി നമുക്ക് 3 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പായി. ഇനി പിന്നെ രണ്ടിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ 2 5 ഉള്ളൂ, അതുപോലെ ഇവിടെ 2 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും? ഒരു 5ഉം പിന്നെ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതായത് ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് is 10. Find the cube root of 125 by 512. Cube root of 125 by 512. then നമുക്ക് cube root of 125 by cube root of 512 എഴുതാം. ഇനി cube root of 125 എന്ന് പറഞ്ഞാൽ എന്താ? 5. cube root of 512 എന്താ? 8. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇവാലുവേറ്റ് ക്യൂബ് റൂട്ട് ഓഫ് 8 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം. ക്യൂബ് റൂട്ട് ഓഫ് 8 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 11 ഇൻറ്റു 11 ഇൻറ്റു 11 എന്നിങ്ങനെ എഴുതാമല്ലോ. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 തന്നെ. അപ്പോൾ 2 ഇൻറ്റു, ഇനി ക്യൂബ് റൂട്ട് ഓഫ് 11 ഇൻറ്റു 11 ഇൻറ്റു 11 എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്ന് ഒരൊറ്റ 11 പുറത്തെടുത്താൽ മതി, അതാണ് എൻ്റെ ക്യൂബ് റൂട്ട്. 11. അപ്പോൾ 2 ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു 22. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.